നാളെ കേരളപ്പിറവി ദിനത്തിൽ ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കും. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, ഗുഡ് ആഫ്റ്റർനൂൺ. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന് കിട്ടുന്ന ഒരു വലിയ കിരീടമായി മാറാൻ പോവുകയാണ് രാജ്യത്തെ ആകെ സാഹചര്യം പരിഗണിക്കുമ്പോൾ. അതിനിടയിൽ ഉയർന്ന വിവാദങ്ങൾക്കടക്കം മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടല്ലേ നാളത്തെ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നത്? അതുതന്നെയാണ് സുജയ പറഞ്ഞതുപോലെ. നാളെയാണ് പ്രഖ്യാപനം. നവംബർ 1 നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്താണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. നേരത്തെ എം പി രാജേഷ് വിശദീകരിച്ചതുപോലെ 2022 സമയത്ത് തന്നെ ഇതിൻ്റെ നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുള്ളതായിരുന്നു. അതീവ ദരിദ്രരെ കണ്ടുപിടിക്കാനുള്ള ഒരു യജ്ഞമായിരുന്നു അതിൻ്റെ ഭാഗമായി നടത്തിയത്. അങ്ങനെ 1,18,328 ആളുകളെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി. അതിൽ നിന്ന് പിന്നീട് സ്ക്രീൻ ചെയ്താണ് ഈ പറയുന്ന 64,006 എത്തിയത് എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് ഇത് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഈ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നത്. ആരൊക്കെയാണ് അതീവ ദരിദ്രർ എന്ന ചർച്ചയാണ് പൊതുവിൽ ഉയരുന്നത്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് എന്തായാലും ഈ 64,006 പേർ മാത്രമല്ല ജീവിക്കാൻ ഗതിയില്ലാത്തവർ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ സർക്കാർ അതിൽ വിശദീകരിക്കുന്നത് ഒരു തരത്തിലും ഇതുവരെയും സർക്കാരിൻ്റെ സഹായം കിട്ടാത്തവർ, രണ്ടാമത് അവർക്ക് പ്രത്യേകിച്ച് രേഖകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തവർ, അതായത് സർക്കാരിൻ്റെ ഒരു സഹായം ഇപ്പോൾ ഇല്ലാതെ അവരുടെ തുടർ ജീവിതം സാധ്യമാകാത്ത ആളുകളെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് എം പി രാജേഷ് വിശദീകരിക്കുന്നത്. അതേസമയത്ത് തന്നെ മറുവാദം പ്രധാനമായി ഉയർത്തുന്നത് 5,95,000 പരമദരിദ്ര സംസ്ഥാനത്തുണ്ട് എന്നാണ് GR പറഞ്ഞത്. തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആരൊക്കെയാണ് അതീവ ദരിദ്രർ എന്ന ചർച്ച സംസ്ഥാനത്ത് ഇതോടുകൂടി സജീവമാകുന്നു എന്നുള്ളത് തന്നെയാണ് സുജയ. ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.